ഓം നമ ശിവായ. എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ശ്രീ മഹാദേവനെക്കുറിച്ചാണ്, ശിവതത്വത്തെക്കുറിച്ചാണ്. ഭസ്മം ധരിക്കാതെ ശിവപൂജ ചെയ്യുവാൻ പോലും വിധിയില്ല എന്നൊരു കാര്യത്തെക്കുറിച്ച് എത്ര പേർക്കറിയാം? ഭസ്മഭൂഷിതനാണ് മഹാദേവൻ. ഭസ്മമാണെങ്കിൽ ശിവതത്വത്തെ സൂചിപ്പിക്കുന്നു. സംഹാരമൂർത്തിയായ മഹാദേവൻ എല്ലാ ജീവജാലങ്ങളെയും ഭസ്മീകരിച്ചുകൊണ്ട് ശുദ്ധമാക്കുന്നു. പശുവിൻ്റെ പാല്, തൈര്, വെണ്ണ, ഗോമൂത്രം, ചാണകം എന്നിവ ഉൾപ്പെടുന്ന പഞ്ചഗവ്യം, ആ പഞ്ചഗവ്യത്തിലൊന്നായ ചാണകം അഗ്നിയിൽ നീറ്റി എടുക്കുന്നതാണ് ഭസ്മം. അഗ്നിശുദ്ധി ചെയ്തത് എന്ന കാരണത്താൽ ഭസ്മം ഏറ്റവും പരിശുദ്ധമായ പ്രസാദമാണ്. നമുക്ക് ക്ഷേത്രങ്ങളിൽ നിന്നും കിട്ടുന്ന പ്രസാദങ്ങളിൽ വെച്ച് ഏറ്റവും പരിശുദ്ധം ഭസ്മം തന്നെയാണ്. ഇനി ഈ മൃതദേഹം ഭസ്മീകരിക്കുന്നതിൻ്റെ പ്രതീകമാണ് ചാണകം ചുട്ടെടുക്കുന്ന ഭസ്മം എന്ന് പറയുന്നു. നെറ്റിയിലും കഴുത്തിലും മാറിലും കൈകാലുകളിലും ഭസ്മം ധരിക്കാം. കയ്യിൽ ധരിച്ചാൽ കയ്യാൽ ചെയ്ത പാപവും, മാറിൽ ധരിച്ചാൽ മനഃകൃതമായ പാപവും, കഴുത്തിൽ ഭസ്മം ധരിച്ചാലോ കണ്ടത്താൽ ചെയ്ത പാപവും നശിക്കും. ഈ ഒരു കാഴ്ച നമ്മൾക്ക് തമിഴ്നാട്ടിലാണ് കൂടുതലും കാണാൻ സാധിക്കുക. അവിടെ ഓരോരുത്തരെയും, സ്ത്രീയെ ആണെങ്കിലും ശരി പുരുഷനെ ആണെങ്കിലും ശരി, നമ്മൾ ശ്രദ്ധിച്ചാൽ നെറ്റിയിൽ നിറയെ വിഭൂതി ധരിച്ച്, കഴുത്തിലും നിറയെ വിഭൂതി ധരിച്ച്, കയ്യിലും എല്ലാം ധരിച്ച് വളരെ സന്തോഷത്തോടുകൂടി ആ ഭഗവത് നാമങ്ങളും ജപിച്ചുകൊണ്ട്, നമശിവായ എന്ന ആ ഒരു ഭഗവാന്റെ നാമവും ജപിച്ചുകൊണ്ട് ഓരോ ക്ഷേത്രങ്ങളിലും അങ്ങനെയുള്ളവരെ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇനി ലോകത്തിലെ എല്ലാം കഴിഞ്ഞ് അവശേഷിക്കുന്നത് സത്യത്തിൽ എന്താണ്? ഭസ്മമാണ്. അതിനെ നശിപ്പിക്കുവാൻ ഒന്നിനും തന്നെ കഴിയില്ല. അഗ്നിക്ക് പോലും എല്ലാത്തിനെയും ഭസ്മമാക്കി തീർക്കാം എന്നല്ലാതെ അതിനപ്പുറം ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു മനുഷ്യൻ്റെ അഹങ്കാരവും പ്രതാപവും എല്ലാം ഒരു പിടി ചാരത്തിലാണ് അവസാനിക്കുന്നത്, അല്ലേ? പണ്ഡിതനാണെങ്കിലും ശരി, പാമരനാണെങ്കിലും ശരി, രാജാവാണെങ്കിലും പ്രജയാണെങ്കിലും, ധനികനോ ദരിദ്രനോ ബ്രാഹ്മണനോ ചണ്ടാലനോ ആരാണെങ്കിലും ഈ ചിതാഗ്നിയുടെ മുൻപിൽ സമന്മാരാണ്. ഭസ്മം നെറ്റിയിൽ ധരിക്കുന്ന ഒരാൾ ശിവതത്വം അണിയുക മാത്രമല്ല, ശിവാനുഗ്രഹം കൂടി ആർജിക്കുകയാണ്. കപാലധാരിയായ ശിവഭഗവാൻ ശ്മശാനത്തിലെ ആ ചുടല ചാമ്പാലം ചെറു ചൂടോടുകൂടി വാരിപ്പൂശുന്നു. അങ്ങനെ നശ്വരമായതിനെ എല്ലാം ഉപേക്ഷിച്ചിട്ട് അനശ്വരമായതിനെ സ്വീകരിക്കുവാൻ ഭസ്മഭൂഷിതൻ തൻ്റെ ഭക്തന്മാരോട് ഉപദേശിക്കുന്നു. ഇനി ഭസ്മം സ്ഥിരമായിട്ട് അണിയുന്നവൻ്റെ മൃത്യുരേഖ പോലും ഉണ്ടെങ്കിൽ മാഞ്ഞു പോവുമെന്നാണ് പറയുന്നത്. ഭസ്മം ധരിക്കാതെ ശിവപൂജ പോലും ചെയ്യുവാൻ വിധിയില്ല. കാരണം എല്ലാം ഹരനാണ്. ഇനി ശിവരൂപത്തെ നോക്കൂ. മറ്റു ദേവന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജടാധാരിയും ശ്മശാനവാസിയുമാണ് ഭഗവാൻ. ത്രിശൂലം ഭഗവാന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്നു. കൂടാതെ ചന്ദ്രക്കല ജടയിൽ വിരാജിച്ചു കൊണ്ടിരിക്കുന്നു. ശരീരത്തിലാണെങ്കിൽ രുദ്രാക്ഷമാലയും നാഗങ്ങളും ചേർന്നതാണ് ഭഗവാന്റെ ആ രൂപം. ഇനി ഭഗവാന്റെ ആ തൃക്കണ്ണ് നോക്കൂ. ഭഗവാന്റെ മറ്റൊരു പ്രത്യേകതയാണ് നെറ്റിയിലുള്ള മൂന്നാമത്തെ നേത്രം. തൃക്കണ്ണിൽ നിന്നുള്ള അഗ്നി കൊണ്ടാണ് ഭഗവാൻ പരമേശ്വരൻ കാമദേവനെ ഭസ്മീകരിച്ചത്. 3 കണ്ണുകൾ ഉള്ളതിനാൽ ഭഗവാനെ ത്രിലോചനൻ എന്ന് പറയുന്നു. ത്രി എന്നാൽ 3, ലോചനം എന്നാൽ കണ്ണ് എന്നാണ് അർത്ഥം. ത്രിലോചനൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്. ഇനി ത്രയംബകം, അമ്പകം എന്നാലും കണ്ണ് എന്നാണ് അർത്ഥം. അപ്പോൾ ത്രയംബകം എന്നാൽ 3, മൂന്നാം കണ്ണ് എന്നും കൂടി നാമമുണ്ട്. ഇനി ഭഗവാന്റെ ചന്ദ്രകല നോക്കാം. ഭഗവാന്റെ ജടാമൗലിയിൽ എപ്പോഴും ചന്ദ്രദേവൻ വിരാജിക്കുന്നു. അതിനാൽ തന്നെ ചന്ദ്രശേഖരൻ, ചന്ദ്രമൗലി, കലാധരൻ തുടങ്ങിയ നാമങ്ങൾ ഭഗവാന്റെ പര്യായങ്ങളാണ്. ഇനി ഭസ്മത്തെക്കുറിച്ച് നോക്കാം. ഭഗവാന്റെ ശരീരത്തിൽ എപ്പോഴും ഭസ്മം ലേപനം ചെയ്തിരിക്കുന്നു. മനുഷ്യരാരും മൃത്യു എന്ന സത്യത്തിൽ നിന്ന് മോചിതരല്ല എന്നും, എന്നാൽ ശിവം എന്നത് അനശ്വരമാണെന്നും ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നു. ഭസ്മധാരിയും ശ്മശാനവാസിയുമായ ഭഗവാന്റെ ഒരു രൂപമാണ് ഭൈരവൻ. ഇനി ഭഗവാന്റെ ജട. ഭഗവാന്റെ കേശം ജട പിടിച്ചതും കബർദത്തെ പോലെ കെട്ടിവച്ചിരിക്കുന്നതുമാണ്. ജടാധാരി, വ്യോമകേശൻ എന്നീ നാമങ്ങളും ഭഗവാന്റെ പര്യായങ്ങളാണ്. ഇനി നീലകണ്ഠം.
സമുദ്രമഥനത്തിൻ്റെ ഫലമായിട്ട് കാളകൂടം എന്ന മാരകമായ വിഷം പുറത്തേക്ക് വന്നു. 3 ലോകത്തെയും സംഹരിക്കുവാൻ ശക്തിയുള്ള വിഷമായിരുന്നു കാളകൂടം. കാളകൂടത്തെ ഉൾക്കൊള്ളുവാൻ മൃത്യുഞ്ജയനായ പരമേശ്വരന് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. ഹലാഹലം അഥവാ കാളകൂട വിഷം പാനം ചെയ്ത ഭഗവാന്റെ കഴുത്ത് നീല നിറമായി മാറി. അന്നു മുതൽ ഭഗവാൻ നീലകണ്ഠൻ എന്ന നാമത്തിലും അറിയപ്പെടുവാൻ തുടങ്ങി. ഇനി ഗംഗാനദി. സ്വർഗത്തിലൂടെ ഒഴുകിയിരുന്ന നദിയായിരുന്നു ഗംഗ. ഭഗീരഥൻ എന്ന ഋഷി തൻ്റെ പൂർവ്വ പിതാമഹന്മാരുടെ പാപം തീർക്കുവാനായിട്ട് അതികഠിനമായ തപസ് ആരംഭിക്കേണ്ടായി. ഗംഗാദേവിയെ ഭൂമിയിൽ എത്തിക്കുക മാത്രമായിരുന്നു അതിന് ഏകമായിട്ടുണ്ടായിരുന്ന ഉപായം. എന്നാൽ ഗംഗാദേവി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിച്ചാൽ അതിൻ്റെ ആഘാതം തടുക്കുവാൻ ഭൂമിക്കാവില്ല. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് പതിച്ച ഗംഗാദേവിയെ പരമേശ്വരൻ തൻ്റെ ജടയിൽ ബന്ധനസ്ഥയാക്കി. ആ ബന്ധനസ്ഥയാക്കിയത് എന്തുകൊണ്ടെന്നാൽ ഗംഗാദേവിക്ക് തോന്നി താൻ ഭൂമിയിലേക്ക് പതിക്കുന്ന സമയത്ത് പരമേശ്വരൻ തൻ്റെ ജടയിൽ താങ്ങാം എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ താങ്ങുമോ എന്നൊരു സംശയം ഗംഗാനദിക്ക് ഉണ്ടാവുകയും അതുകൊണ്ട് കുറച്ചു സമയം തൻ്റെ ജടയ്ക്കുള്ളിൽ ഗംഗാനദിയെ ഇരുത്താം എന്ന് ഭഗവാൻ വിചാരിച്ചു. ഭഗവാന്റെ കുറച്ചു സമയം നമ്മൾക്ക് ഒരുപാട് വർഷങ്ങളാണ്. അങ്ങനെ ഗംഗാദേവിയെ തൻ്റെ ജടയിൽ നിന്നും ഭഗവാൻ വിട്ടു. പിന്നീട് ഗംഗാനദി ഭഗവാന്റെ ജടയിൽ നിന്നും ഉത്ഭവിച്ച് ഭാരതദേശത്തിലൂടെ ഒഴുകി സർവ്വജനങ്ങളുടെയും പാപത്തെ കഴുകിക്കളഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഗംഗാദേവിയെ ജടയിൽ ഉൾക്കൊള്ളുന്നതിനാൽ ഗംഗാധരൻ എന്ന നാമത്തിലും ഭഗവാൻ അറിയപ്പെടുന്നുണ്ട്. ഇനി നാഗങ്ങളെ ആഭരണമായിട്ട് ശരീരത്തിൽ അണിയുന്ന ദേവനായാണ് ഭഗവാനെ എപ്പോഴും വർണ്ണിക്കുന്നത്. വാസുകി എന്ന നാഗത്തെ ഭഗവാൻ എപ്പോഴും തൻ്റെ കഴുത്തിലണിയുന്നു. ഇനി മാൻ. കയ്യിൽ മാനിനെ വഹിക്കുന്ന രൂപത്തിലും ഭഗവാനെ വർണ്ണിക്കാറുണ്ട്. ചഞ്ചല ചിത്തത്തിൽ നിന്നും ഭഗവാൻ മോചിതനാണെന്നാണ് ഈ ഒരു മാനിനെ കയ്യിൽ വഹിക്കുന്നത് കൊണ്ട് പ്രതീകവൽക്കരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും ഒരു ചിന്തയിൽ നിന്നും മറ്റൊന്നിലേക്ക് ഈ മാനിനെ പോലെ എപ്പോഴും ചാടിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഭഗവാൻ സർവജ്ഞാനിയും നിർവികാരനും നിർവികൽപ്പവുമാണ്. ഇനി ഭഗവാന്റെ ത്രിശൂലം. ഭഗവാന്റെ സവിശേഷമായ ആയുധമാണ് ത്രിശൂലം. ഭഗവാന്റെ വലതു കൈയിലേന്തിയ സദ്ഗുണം, തമോ ഗുണം, രജോ ഗുണം എന്നീ ത്രിഗുണങ്ങളെയാണ് ത്രിശൂലം പ്രതീകവൽക്കരിക്കുന്നത്. പരമാധികാരത്തിൻ്റെ ചിഹ്നമായിട്ടും ത്രിശൂലത്തെ കണക്കാക്കുന്നുണ്ട്. ഇനി ഭഗവാന്റെ കയ്യിലെ ഡമരു. ഭഗവാന്റെ ഇടതു കൈയിലെ ഡമരു ശബ്ദബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നു. ഡമരു നാദത്തിൽ നിന്നാണ് സംസ്കൃത ഭാഷ ഉത്ഭവിച്ചത് എന്നൊരു വിശ്വാസവും കൂടി നിലനിൽക്കുന്നുണ്ട്. ഇനി ഏറ്റവും ആദ്യം പറയേണ്ട ഒരാളെയാണ് നമ്മൾ അവസാനമായിട്ട് ഇവിടെ പറയാൻ പോകുന്നത്. മറ്റാരുമല്ല, ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും വലിയ ഭക്തൻ നന്ദി. ഭഗവാന്റെ വാഹനമായ വൃഷഭമാണ് നന്ദി. പശുപതി എന്നൊരു നാമം കൂടി ഭഗവാനുണ്ട്. മൃഗങ്ങളുടെ എല്ലാം പാലകൻ എന്നാണ് പശുപതി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി മനുഷ്യരൂപത്തിലും ചിലപ്പോഴൊക്കെ നന്ദിയെ നമ്മൾ ചിത്രീകരിക്കാറുണ്ട്. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട പരമഭക്തനാണ് നന്ദി. ഇനിയും ഒരുപാട് ഭഗവാന്റെ ഓരോരോ കാര്യങ്ങളുമായി കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമഃ ശിവായ. ഹര ഹര മഹാദേവ. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം.